ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ അതാ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണെന്ന് നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സൊക്കെ കണ്ടാൽ അറിയാം. വെയിറ്റൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. വെയിറ്റ് ലോസ് ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയുന്നത് ഭയങ്കര 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 സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരാഴ്ച ആയില്ല, ഇന്നലേക്കൊക്കെ 7 ദിവസമായി, ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് എത്ര കുറഞ്ഞു എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ആതിരക്കുട്ടിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 1 കിലോനോളം കുറഞ്ഞു എന്ന്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എത്ര കുറഞ്ഞറിയില്ല, നമുക്കൊന്ന് നോക്കാം. പിന്നെ ചിലർ 500 അര കിലോനൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ചിലർ 300 പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് 21 ദിവസത്തെ ചലഞ്ചുമായിട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നല്ല മഴയാണില്ലേ എന്ന്. അപ്പോൾ രാവിലെ നീച്ചപ്പം പിന്നെ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകണം, നീനുട്ടീനെ ഡോക്ടറെ കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവളൊക്കെ ചെക്കപ്പൊക്കെ വിറ്റാമിൻ ഡിൻ്റെ ആ ഒരു കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കാനും മരുന്നൊക്കെ കുടിച്ചിട്ടൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക, കാലിനൊരു വേദന, ഊരൊക്കെ ഒരു വേദന, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴേ ഞാനത് ചെക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് പോകണം, ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരൊറ്റ ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദിവസം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ കളയേണ്ടെന്ന് കരുതി പിന്നെ ഞാൻ അവളെ പറഞ്ഞതുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ വരാൻ പറഞ്ഞതിൻ്റെ കാരണം തന്നെ പിന്നെ ഇതാണ്, ചെക്കപ്പിന് പോകാനും. അപ്പോൾ 2 ദിവസം എന്തായാലും ലീവ് എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് എടുപ്പിച്ച് വന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ വേഗം പോകാണ്ട്, ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ പോയാൽ നാളെ നമുക്ക് സമാധാനത്തോടെ റെസ്റ്റൊക്കെ എടുത്ത് മറ്റന്നാൾ അവൾക്ക് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് വിളിച്ച് നോക്കണം, 9 മണിയൊക്കെ ആകുമ്പം ഡോക്ടർക്ക് ഒന്ന് വിളിച്ച് നോക്കണം, എത്ര മണിക്ക് എത്തണം, ബുക്ക് ചെയ്യണം, ആ ഒരു സംഭവമൊക്കെ നോക്കാൻ വേണ്ടി രാവിലെ 9 മണിക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇതുമൂലം മദ്രസയ്ക്ക് പറഞ്ഞയച്ചു. ഇന്നും കൂടി ഉള്ള എക്സാം, മദ്രസയിലെ എക്സാം ഇന്ന് കഴിയും. അപ്പോൾ ഒരു സമാധാനം ഉണ്ട്. സ്കൂളിലാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒക്കെ കൂടെയാണ് എക്സാമിൻ്റെ പഠിപ്പിട്ടേണ്. അപ്പം ഇപ്പോൾ ചെറുതായിട്ടൊരു ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു റിലാക്സ് ഉണ്ട്, കാരണം സ്കൂളത്തും മദ്രസത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ ആ ട്യൂഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഓക്കൊരു സമാധാനമൊക്കെ ഉണ്ട്. ഞാൻ വേഗം നമ്മൾ അലക്കാനുള്ളതൊക്കെ ഇടാട്ടോ. പിന്നെ ഇന്നുണ്ട് ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന് ഇപ്പോൾ പിന്നെ അധികം ഒന്നും അലക്കാനുണ്ടാവില്ല, കാരണം യൂണിഫോം അവിടെ നിന്ന് തന്നെ കിട്ടുന്നത്. സ്റ്റാഫ് ഇപ്പോൾ അവിടെ ട്രെയിനി അല്ലല്ലോ, സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ യൂണിഫോമാണ്. അവിടുന്ന് അവർക്ക് രാവിലെ ആകുമ്പോൾ അയൺ ചെയ്ത് സെറ്റാക്കി കയ്യിൽ കിട്ടും. അതിടുക, ജോലി ഡ്യൂട്ടി കഴിഞ്ഞാൽ അതവിടെ ഊരി വെച്ചാൽ അവിടെ നിന്ന് തന്നെ അലക്കി തേച്ച് സെറ്റാക്കി പിറ്റേന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ യൂണിഫോമിൻ്റെ അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് രാത്രി ഇടാനുള്ള ടീഷർട്ട് പാൻറ്റും അതുപോലെ തന്നെ അവിടുന്ന് ഇപ്പോൾ ഡ്യൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോകാനും ഒരു ഓട്ടോയിൽ പോകണം. അപ്പോൾ ആ ഹോസ്റ്റലിന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇടുന്ന 1-2 ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. പിന്നെ അടിവസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിപ്പോൾ അവിടുന്ന് അടിവസ്ത്രങ്ങളൊക്കെ അവിടുന്ന് അലക്കിയാലും ഞാൻ ഇവിടെ വരുമ്പോൾ ഒന്ന് ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് അലക്കിയിടും. അപ്പോൾ ഇതൊക്കെ നുള്ളിപ്പെറുക്കി എടുത്ത് തപ്പിക്കൊടുത്ത് ബാഗിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന്, പിന്നെ സോക്സ് ഉണ്ടാവും കേട്ടോ. സോക്സ് അവിടെ ബ്ലാക്ക് സോക്സ് ഇടണം, അപ്പോൾ അതുണ്ടാവും. അങ്ങനെ എല്ലാം കൂടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിക്വിഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വെള്ള ഷർട്ടായെന്ന് ഞാൻ സർഫെക്സിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല മാറ്റം, നല്ല കളർ കിട്ടുമായിരുന്നു. ഇപ്പോൾ പിന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാനിതാ ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ അലക്കാനിട്ട് അതാ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നീനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി മൈദപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ ഒന്നും അങ്ങനെ ഓക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കിട്ടൂലല്ലോ. അവിടെ അധികം ദോശ, പിന്നെ എന്താ പറയുക, ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ദോശ ഉപ്പുമാവാണ് അവൾ കാര്യമായിട്ട് പറയല് കേട്ടോ. പക്ഷേ അവിടുത്തെ ദോശമാവ് എന്തോ ഒക്കെ വയറിന് അങ്ങോട്ട് പിടിക്കില്ല. തിന്നാനൊന്നും വലിയ കുഴപ്പമില്ല, കഴിക്കും. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറിന് ഭയങ്കര വേദന, ഒരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറയുള്ളൂ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വിശന്നിട്ട് എന്തെങ്കിലും ഇച്ചിരി കഴിക്കും വേണ്ടേ, അപ്പോൾ അങ്ങനെ ഇത്തിരി കഴിക്കും ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട പൂരി അല്ലെങ്കിൽ മൈദപ്പത്തിരി ഇതൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് കരുതി വേഗം ഇച്ചിരി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുമൂന്ന് പോകാനാകുമ്പോഴേക്കും ഞാൻ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, മദ്രസ വിട്ടുകൾ ഇപ്പോൾ വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് വേഗം ഞാൻ അങ്ങനെ കിച്ചണിക്ക് പോകുന്നതാണ്. വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതുവരെ. വേഗം അതൊക്കെ ഒന്ന് ചുടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്താ പറയുക, പച്ചവെള്ളം കൊണ്ട് നമ്മൾ മൈദപ്പത്തിരി കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ടഫായിരിക്കും കഴിക്കാൻ, ഭയങ്കര തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചുടുവെള്ളം കൊണ്ട് കുഴച്ചാൽ നമുക്ക് വാട്ടിയെടുത്താൽ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും.
പിന്നെ ഓള് എഴുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പോകാനാവുമ്പോൾ അങ്ങോട്ട് എഴുന്നേൽക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ 12 മണി ഒക്കെ ആകുമ്പോഴേക്കാണ് ഒരു 11 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഓൾക്ക് കുളിക്കാൻ വേണം. അപ്പോൾ ഒരു 9 മണിക്കൊക്കെയാണ് നീന് ഓളെ വിളിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം, ഇതുമ്പോൾ വന്ന് ഓളെ പറഞ്ഞയച്ചിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ പത്തിരിയൊക്കെ കുഴച്ച് ഉണ്ടകളാക്കി വെച്ചപ്പോഴേക്കും ഇതുമ്പോൾ വന്ന്. അപ്പോൾ ഇത് നിങ്ങൾ 9 മണി ആയോന്ന് അല്ല, ഓക്കെ എക്സാം ആയതുകൊണ്ട് ഒരു 8-8:15 ആകുമ്പോഴേക്കും എന്നെ ഓള് എത്തും കേട്ടോ. കാരണം എക്സാം ആകുമ്പോൾ എഴുതി കഴിഞ്ഞവർക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഓൾത് എഴുതി കഴിയുമ്പോൾ എന്തൊക്കെയാണാവുക, എന്ത് കഥ ഒന്നും നമുക്കറിയില്ല. എന്തായാലും ഓൾ എക്സാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ ഭയങ്കര സംസാരപ്രിയമാണ് കേട്ടോ. ഇതുമ്പോൾ അങ്ങനെ സ്കൂളത്തെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഓക്ക് വേഗം 1-2 പത്തിരി വേഗം പരത്തി ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവൾ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറിക്കോട്ടെ. ഇന്ന് സ്കൂളിൽ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾക്ക് റൂം നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി കുറച്ച് നേരത്തെ തന്നെ പോയിക്കോട്ടെ, നമുക്ക് എക്സാം ആകുമ്പോൾ ടെൻഷൻ ആവാൻ നിൽക്കണ്ടല്ലോ. ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൂമും നമ്പറും നമ്മുടെ ഇരിക്കണ ബെഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പച്ചിനെ കാത്തുക്കാൻ നിൽക്കേണ്ട, വേഗം പൊയ്ക്കോ, ഫുഡ് കഴിച്ച് വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ വേഗം അപ്പോൾ 2 ചുട്ടു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇതുമ്മു വന്നപ്പോഴേക്കും മുട്ട കണ്ടോ അവിടെ അടുപ്പത്ത് തിളക്കുന്നുണ്ട്. ഇതും വന്നപ്പോൾ മുട്ടക്കറി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ ഞാൻ ഇന്നലത്തെ ചിക്കൻ്റെ കുറുമയാണ് സ്റ്റൂ കുറച്ച് ഉണ്ടാക്കി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. അതും ദോശയാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ 2 ദോശയൊക്കെ അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള അപ്പം ഇവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞയച്ചിട്ട് ഇനി ബാക്കി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ദോശയിലെ അപ്പം പരത്തുന്നുണ്ട്, പരത്തുന്നുണ്ട്. അങ്ങനെ ആ കലാപരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിളിച്ച് നോക്കി, ഡോക്ടറെ വിളിച്ച് നോക്കി. ഹൈദരലി ഡോക്ടർ കേട്ടോ, മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലത്തെ ഹൈദരലി ഡോക്ടറാണ്. അപ്പോൾ മുമ്പർക്ക് വിളിച്ചപ്പോൾ ഇന്നുണ്ട്, ഡോക്ടർ ഉണ്ട്, 25ാമത്തെ ടോക്കണാണ്, 12-12:30 ആകുമ്പോഴേക്കിന് എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ വേഗം അതിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. എന്തായാലും നമ്മുടെ മൈദപ്പത്തിരിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് വരിക, എങ്ങനെയാണ് ഇവിടേക്ക് എപ്പോഴാണ് അങ്ങോട്ട് എത്തുക, അതായത് വീട്ടിലേക്ക് എപ്പോഴാണ് എത്തുക, അതൊക്കെയാണ് ചോദിക്കണേ. ഞാൻ ചോറുണ്ടാക്കണോ, നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ, നീനൊന്നും ഇഷ്ടമല്ല ഗീ റൈസ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ അറിയില്ല, ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അവിടുന്ന് ഫ്രീ ആവാമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ചെക്കപ്പ് എന്തെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതും കൂടി ടൈം എടുക്കും. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ചോറ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, എപ്പോഴായാലും അതിൽ വേണ്ടിയില്ല, വന്ന് തിന്നിട്ട് ഇങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചോറും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതുമോനും ഉളപ്പിച്ചിട്ടുള്ള ഫുഡ് ഞാൻ ഇവിടെ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കില്ലേ, അപ്പം അതിലേക്ക് നെയ്ച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, ചിക്കൻ പൊരിച്ച് വെക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അപ്പം തന്നെ കുറച്ച് ചുട്ടപ്പോൾ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതന്നെ മതി, ഞങ്ങൾ അത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അതന്നെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് വെയിറ്റ് നോക്കിയപ്പോൾ നമ്മൾ 88.35 കണ്ടിട്ടുള്ളത്, ഒരു വെറും 50 ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ടോട്ടൽ എത്ര കുറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ 1 കിലോ കുറഞ്ഞിട്ടില്ല. നമ്മൾ 89.2 സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം 88.3 പറയുമ്പോൾ നമ്മൾ 900 അല്ലേ, 1 കിലോ കുറഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എത്ര കുറഞ്ഞു ഒരാഴ്ച കൊണ്ട് എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതാ 1 കിലോൻ്റെ അടുത്ത് 900 കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇനിയും ഒരുപാട് കുറക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നൊന്ന് സ്ട്രിക്റ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതുമ്പോൾ പോയതിന് ശേഷം വെയിറ്റൊക്കെ നോക്കി അത് കഴിഞ്ഞ് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ നല്ല മഴയുണ്ട്, ഞങ്ങളൊക്കെ റെഡിയായി, നീനൂട്ടി കുളിച്ചു സുന്ദരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരമാണ്, ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ, അപ്പോൾ മഴ ഒതുങ്ങട്ടെ വെച്ച് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മഴയൊന്നും ഒതുങ്ങിയപ്പോൾ നേരെ സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ കയറി മഞ്ചേരിക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ കഴിച്ചത് ഞാൻ നേരത്തെ കാണിച്ച ആ പ്ലേറ്റിൽ ഒരു അപ്പവും അതിലേക്ക് മുട്ടക്കറി
ചോറയും ലേശം ചിക്കൻ സ്റ്റൂവും പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഞാനും നീനുട്ടിയും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് അങ്ങോട്ട് കഴിച്ചു. രണ്ടാളും കൂടി ഒരു അപ്പത്തിൻ്റെ പകുതിയും അങ്ങനെ കഴിച്ചതാണ്. ഓക്കും വലിയ വിശപ്പുണ്ടായിരുന്നില്ല, എനിക്കും വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് ഒപ്പിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനുള്ള ഷീറ്റൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 25 ആയതുകൊണ്ട് 10-12 ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്പർ. അപ്പോൾ അതപ്പോൾ ഞങ്ങൾ കരുതി ഒന്ന് പോയി ഒന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. ഞങ്ങൾ കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പലപ്പോഴും പലഹാരങ്ങൾ ഇങ്ങനെ ചുട്ടിങ്ങനെ നല്ല മണം, ഭയങ്കര മണം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടൊക്കെ കൊതിയായി. അപ്പം ഒരു പരിപ്പുവട, ഒരു ഉഴുന്നുവട, ഒരു പിന്നെ ബോണ്ട, പിന്നെ ഒരു പഴംപൊരി, ഇങ്ങനെ 4 ഐറ്റംസ് ഞങ്ങൾ വാങ്ങിയിട്ട് രണ്ടാളും ഇങ്ങനെ മിക്സാക്കി കഴിച്ചിട്ടോ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഈ ഒരു വെള്ള കളറിലുള്ള അപ്പമാണ്. അതിപ്പോൾ എന്തോ എന്താണെന്നറിയില്ല, കാണാത്തൊരു സംഭവം ആയതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയിട്ട് അപ്പോൾ അത് കഴിച്ചപ്പോൾ അതും വലിയ ടേസ്റ്റൊന്നുമില്ല. എന്നാലും ഒക്കെ കൂടെ ഞങ്ങൾ 4 ആൾക്കാർക്കുള്ള ഫുഡ് ഞങ്ങൾ രണ്ടുള്ള ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഡയറ്റിൻ്റെ അവിടെ തന്നെ അങ്ങോട്ട് പൊട്ടിപ്പാളീസായി കേട്ടോ. അപ്പോൾ എന്താ അറിയില്ല, ഈ ഡയറ്റ് ചെയ്യുമ്പോഴാണ് തോന്നുന്നു കൂടുതൽ നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ളൊരു ത്വരയും കാര്യങ്ങളൊക്കെ. സാധാരണയാണെങ്കിൽ ഞാനതൊക്കെ കഴിക്കാതെ നിൽക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങി. പിന്നെ നീനുട്ടിക്ക് 1-2 സംഗതികൾ ത്രെഡ് ചെയ്യാൻ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൗണിൽ പോയി അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടോ. എനിക്കെന്താ അറിയില്ല, രാവിലെ വല്ലാണ്ട് കഴിക്കാതെ പിന്നെ വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നില്ല. രാവിലെ നീനുട്ടിയാണ് കൂടുതൽ കഴിച്ചത് കേട്ടോ. കഴിക്കാതെ ഞാൻ പിന്നെ ഈ എണ്ണക്കടി ഒരുപാട് കഴിച്ചതുകൊണ്ട് എന്താ അറിയില്ല, പിന്നെ വയറ് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് ചോദിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കി തരട്ടെ, ചായക്കാരൻ ഒരു 3:30-4 മണി ആ സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എന്താ വേണ്ടത്, ചായ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് പോളും പറയുന്നുണ്ട് ചായ ഉണ്ടാക്കട്ടെ താത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും വേണ്ട, നല്ല വയറിന് അസ്വസ്ഥത, എനിക്കൊന്നും വേണ്ട. അപ്പോൾ നീനുവിനും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഓൾക്ക് പിന്നെ അതൊക്കെ വാരി കൊടുത്തു, കഴിച്ച് ഓളെ വയറ് നിറപ്പിച്ചു കേട്ടോ. ഞാൻ പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കാത്തൊരു ഉണ്ടാവലില്ല കേട്ടോ. മഞ്ചേരിയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഞാൻ പോരാറില്ല. പക്ഷേ ഇന്നലെ എനിക്ക് വയറിന് തീരെ സുഖമില്ല, വയറിന് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ഒന്നും കഴിക്കാൻ നിന്നില്ല. നല്ല ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതങ്ങനെ കുടിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളം കുടിച്ചു. അപ്പം ഇപ്പം ഉറക്കമായിരുന്നു. ഇപ്പം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നതാണ്. ഉമ്മാക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ ഞാൻ എത്തി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ തട്ടിമുട്ടി ഇന്നൊരു 5 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം ഓട്ടോ വിളിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ വേറെ എവിടെയോ ആണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് 5 മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞ് അങ്ങനെ മുമ്പ് 5 മണിയാകുമ്പോൾ എത്തി. അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയിൽ പോയി നേരെ സ്റ്റാൻഡിലേക്ക് വിട്ടു. സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ബസ്സൊക്കെ കയറിയിട്ട് നേരെ അരീക്കോട് എത്തിയപ്പോഴാണ് ഇനി നീനുട്ടിക്ക് എല്ലാവരും ചില്ലറ സാധനങ്ങൾ വേറെ ആവശ്യമുണ്ട്. ഓക്ക് പിന്നെ എന്താ പറയുക, പുറത്തൊക്കെ ഇറങ്ങി എന്തൊക്കെയോ വാങ്ങണം, എന്തൊക്കെയോ ചെയ്യണമെന്ന് അറിയില്ല. ഓക്ക് പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ത്വരയാണ്. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ അവൾ വാങ്ങിയത്. കുറച്ച് മുഖത്ത് പരട്ടാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ. കാരണം ഒക്കെ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യണമല്ലോ ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ അത് നല്ല അടിപൊളി ഈ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒക്കെ ഇഷ്ടപ്പെട്ട കളർ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കി കുറച്ച്. കാരണം രാവിലത്തെ ഫുഡൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ തന്നെ അല്ലേ ഉച്ചക്ക് ഇതുമൊക്കെ കഴിച്ചത്. ഇതുമുന്നേ എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളത് അവളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ട്യൂഷന് പോയത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിപ്പോരാന്ന് കരുതി. പിന്നെ ആകെ എന്തെങ്കിലും ഉണ്ടാകും. കാരണം എന്ത് വാങ്ങിയാലും എൻ്റെ കെട്ടുവിനും അങ്ങനെ പുറത്തുള്ള ഫുഡ് വലിയ താല്പര്യമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മൈദപ്പത്തിരിക്കല്ലേ കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ വന്നതാണ്. ഈ ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മൂപ്പർ പറഞ്ഞു വേണ്ട, ഉപ്പുമാവ് മതിയാണോ. അപ്പോൾ ഞാൻ വേഗത ഉപ്പുമാവ് ഉണ്ടാക്കി. അത്രയല്ല കേട്ടോ, അതൊക്കെ ഇതുമും എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഉപ്പുമാവാണിത്. അതിലേക്ക് ഞാൻ ഒരു മുട്ടയും പൊരിച്ചു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ മഞ്ചേരിയിൽ നിന്നൊന്നും അടുത്തു നിന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല, ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഞാനും നീനുട്ടിയും ഈ ഉപ്പുമാവ് ഒരുമിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഒത്തിരി ഉപ്പുമാവ് ഞാൻ രാത്രി തിന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരായിട്ട് മൊത്തത്തിൽ അലമ്പായി പൊട്ടിപ്പാളിഞ്ഞ് കിടക്കുകയാണ്. നാളെ എത്രയായി വെയിറ്റിൻ്റെ അവസ്ഥ എന്താണ് ഒന്നും എനിക്കറിയില്ല. ഒക്കെ നോക്കിയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നൊരു ചീറ്റ് ഡേ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം.